സൂതമനോടെ അയാളെ എങ്ങോട്ടാ മാറ്റിയത്? ആരും അറിയാതെ അമ്മ മകളെ കണ്ടു മടങ്ങി. പക്ഷേ ഇനി ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിച്ചാൽ അത് അവസാനിക്കുന്നത് പഴയതുപോലെ തന്നെ ആയിരിക്കുമെന്ന് വക്കീലിന് തോന്നുന്നുണ്ടോ? സച്ചി പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. വക്കീലെ, എന്റെ ജീവിതം എന്താ ഇങ്ങനായി പോയത്? അത് സച്ചി സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നതുകൊണ്ട് തോന്നുന്നതാ. ചുറ്റിലുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൂടി ഒന്ന് കണ്ണോടിച്ച് നോക്ക്. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രശ്നമാ ലോകത്തെ ഏറ്റവും വലുതെന്ന. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുമ്പോൾ നമ്മളൊക്കെ അനുഭവിക്കുന്നത് എത്രയോ ചെറിയ കാര്യങ്ങളാ. ഞാനൊരു സാധാരണ മനുഷ്യനാ വക്കീലെ. എനിക്കെന്റെ കുടുംബവും ഭാര്യയും അമ്മയും എന്റെ മോളുവാ എനിക്ക് ഏറ്റവും വലുത്. മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ അറിയേണ്ട കാര്യം എനിക്കില്ല. എന്റെ അർച്ചനയും മോളും എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. എന്റെ അമ്മ ഇപ്പൊ അനുഭവിക്കുന്ന ഈ തീരാ ദുഃഖം അവസാനിക്കണം. അത് മാത്രം മതി എനിക്ക്. സച്ചി അമ്മയും ഇപ്പൊ അനുഭവിക്കുന്ന ഈ ദുഃഖം ലോകത്ത് മറ്റൊരു ഭർത്താവിനും അമ്മയ്ക്കും ഒന്നും സഹിക്കാൻ പറ്റാത്തതാ. ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം കണ്ട് സഹിച്ചു നിൽക്കാൻ ഇനിയും എനിക്കാവുന്നില്ല. സച്ചി വിഷമിക്കണ്ട. ഇതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കും. സൂതമനോടെ അയാളെ എങ്ങോട്ടാ മാറ്റിയത്? വെറുതെ എന്റെ മുമ്പിൽ വന്ന് പിച്ചും പെയ്യും പുലമ്പല്ലേ സാറേ. കേരള പോലീസിന്റെ ജോലി ഞാനാണോ എടുക്കണ്ടേ? അത് കണ്ടുപിടിക്കാനല്ലേ മാസാമാസം ശമ്പളവും തന്ന് നിങ്ങളെപ്പോലുള്ളവരെ സർക്കാർ തീറ്റിപ്പോറ്റുന്നത്. അയാളെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ കഴിവുകേടാണെന്ന് പറയുന്നതാ നല്ലത്. സൂതമേനനെ ഏത് പാതാളത്തിലേക്ക് താഴ്ത്തിയാലും ഭൂമി തുറന്നു ചെന്നിട്ടായാലും അയാളെ കണ്ടുപിടിക്കാനുള്ള ശേഷി കേരള പോലീസിനുണ്ട്. ഞങ്ങളത് കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നാ പിന്നെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ഒന്ന് ഈ വീരവാദം മുഴക്കിയാ പോരെ? ഈ കളി അവസാനിപ്പിക്കാറായെന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വന്നാ ഞാൻ. അയ്യോ, സാറിനെ പോലുള്ള വലിയ ആളുകളോടൊന്നും ഏറ്റുമുട്ടാൻ നമ്മൾ ആളല്ലേ. ഞാൻ എന്റെ വഴിക്ക് പോകുന്ന ഒരു പാവം. സാറാണെങ്കിലോ കേരള പോലീസിന്റെ മുഴുവൻ ശക്തിയും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന അതിബുദ്ധിമാനായ പോലീസ് ഓഫീസർ. ഒരു കളിക്ക് നമ്മളില്ലേ. ഒന്നിപ്പിഴച്ച 3 കണക്ക്. ഒരു തവണ നിങ്ങളെ ആളുകൾ വെട്ടിയെറിഞ്ഞെന്നെ നിലത്തിട്ടു. സാറിന് നല്ല ആയുസുണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് തീർന്നേനെ. സാറിന്റെ ഭാഗ്യം. അന്ന് ഞാൻ രക്ഷപ്പെട്ടതാണ് നിങ്ങളുടെ ദൗർഭാഗ്യം. ഇപ്പൊ നിങ്ങൾ അയച്ച ഷാർപ്പ് ഷൂട്ടറിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത് തലനാരഴയ്ക്ക. അതൊന്ന് നേരിൽ കണ്ട് മുഖാമുഖം പറഞ്ഞിട്ട് പോവാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല സാറേ, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോന്നിനെ ഇറങ്ങിത്തിരിക്കുമ്പോ ഇങ്ങനെ ചിലതുകൂടി വരുന്ന മുൻകൂട്ടി ആലോചിക്കണായിരുന്നു. സൂതമേനെ നിങ്ങൾ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും ഞാൻ അയാളെ പൊക്കിയെടുക്കും. കോടതി കൊണ്ട് നിർത്തുകയും ചെയ്യും. എന്നാ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. സാറ് ചെല്ല്. അവന്തിയെ, അടുത്ത ഏറ്റുമുട്ടലിന് തയ്യാറായിക്കോ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇനിയുള്ളത് അവന്തികയുടെ അവസാനത്തെ ഏറ്റുമുട്ടലായിരിക്കും. എന്റെ ജീവിതം തന്നെ ഒരു ഏറ്റുമുട്ടലാ സാറേ. അതില് ആദ്യത്തേതോ അവസാനത്തേതോ ഒന്നും ഇല്ല. മുന്നിൽ വന്ന് നിൽക്കുന്ന ശത്രുവിനെ ഒരു ദയയില്ലാതെ അവസാനിപ്പിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ ഈ അവന്തികയ്ക്ക്. ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് ഈ കാണുന്ന അഹങ്കാരത്തിന്റെ അടിവേറിറക്കാൻ ഞാൻ ഇനിയും വരും. അന്ന് എന്റെ കയ്യിലൊരു കൈവിലങ്ങുണ്ടാവും. ആ കൈവിലങ്ങ് അനിരുദ്ധന്റെ കൊലപാതകിയുടെ ഈ കയ്യിൽ ഞാൻ അണിയിച്ചു തരും. ഇത് ഞാൻ വാശിക്ക് വേണ്ടി പറയുന്ന വെറും വാക്കല്ല, എന്റെ പ്രതിജ്ഞയാ. അത് ഞാൻ നിറവേറ്റിയിരിക്കും. സാർ കൊണ്ടുവരുന്ന ആ കൈവിലങ്ങിന് വേണ്ടി ഇപ്പൊ മുതൽ ഞാൻ കാത്തിരിക്കാൻ പോവാ. കാണാം കാണാം. ഓ, കാണാം.
അച്ഛനെന്താ കരയാണോ? അയ്യേ, എന്താ അച്ഛ ഇത്? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ അച്ഛൻ വിഷമിക്കുന്നേ? അമ്മ എവിടെ? അമ്മ ഇപ്പഴാ വീട്ടിലേക്കൊന്ന് പോയത്. വേഗം വരുവേ. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അവള് കണ്ണു തുറക്കുന്നുണ്ടോ, നോക്ക് വേദനയുണ്ടോന്നൊക്കെ നോക്കി രാത്രി മുഴുവൻ അമ്മ ഇവിടെ തന്നെ ഉറങ്ങാതിരിക്കുകയായിരുന്നു. ആണോ? ഞാൻ വലുതാവുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാ ഞാനും ഇതുപോലെ അമ്മയെ നോക്കും. അച്ഛ, ഞാനൊരു കാര്യം പറയട്ടെ? പറഞ്ഞോ. ഓപ്പറേഷന് കൊണ്ടുപോകുന്ന മുമ്പ് ഡോക്ടർ എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നില്ലേ? അത് കഴിഞ്ഞപ്പോ ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ഒരു പുതപ്പിനുള്ളിൽ അമ്മ ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചിരിക്ക. അമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉമ്മയും തരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അമ്മയെ ഇറുക്കി കെട്ടിപ്പിടിച്ചിരുന്നു. പിന്നെ എപ്പോഴാ മോൾ ഉണർന്നേ? പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. അപ്പോഴും അമ്മ എന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അച്ഛൻ ഇടയ്ക്കൊന്ന് മോളെ നോക്കിയായിരുന്നു. അപ്പോ മോളെ അമ്മയെ വിളിക്കുന്നത് അച്ഛനും കേട്ടായിരുന്നു. അമ്മയും അച്ഛനും അടുത്തുള്ളപ്പോ എന്റെ മൂക്കൊന്നും വരൂല കേട്ടോ. എന്നെ വിട്ട് എങ്ങോട്ടും പോവില്ലേന്ന് അമ്മയടുത്ത് പറയണേ അച്ഛാ. പറയാം. അച്ഛനും അമ്മയും മോളെ വിട്ട് എങ്ങോട്ടും പോവില്ല. അതുപോലെ ആഹാ, ഗൗരിമോള ആകെ സന്തോഷത്തിലാണല്ലോ. ഒരുപാട് സംസാരിക്കരുത് കേട്ടോ. ഇല്ല ഡോക്ടർ, ഞാൻ കുറച്ചേ സംസാരിച്ചുള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? വേദന ഇപ്പൊ കുറവുണ്ടെങ്കിൽ. ആണോ? എങ്കിലേ അങ്കിള് മോളെ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. മോൾക്ക് വേദന കുറവുണ്ടോന്ന് അങ്കിളിനും കൂടി ഒന്ന് അറിയണമല്ലോ.